സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒഴിവാക്കുന്നതും പക്ഷെ അവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അതാണ് വ്യായാമം. പല പുരുഷന്മാരും ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോ നമ്മുടെ പതുക്കെ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ എഡ്യൂക്കേഷൻ, ഈ വിവരം ആളുകൾക്ക് കിട്ടിയതിനു ശേഷം സ്ത്രീകളും ഇപ്പോൾ ജിമ്മിലൊക്കെ പോയി തുടങ്ങി. അതുപോലെ സ്ത്രീകൾ ഒത്തിരി വർക്കൗട്ടിലൊക്കെ ഇപ്പൊ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിർബന്ധമായിട്ടും സ്ത്രീകൾ വ്യായാമം ചെയ്തുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ചും ഒരു 50 വയസ്സ് കഴിയുമ്പോൾ അവർക്ക് ഈസ്ട്രജൻ എന്നുള്ള ഹോർമോൺ അവരുടെ ശരീരത്തിൽ ഇല്ലാതാവും. അപ്പൊ തന്നെ അവർക്ക് ഹാർട്ട് അറ്റാക്ക് റിസ്ക് ഒക്കെ ഡബിൾ ആവും. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും അപ്പൊ തുടങ്ങും. അത് ഒഴിവാക്കണമെങ്കിൽ നമ്മൾ ഒരു 30 വയസ്സ് കഴിയുമ്പോഴെങ്കിലും മിനിമം നമ്മൾ കൃത്യമായ വ്യായാമങ്ങൾ ചെയ്തു തുടങ്ങണം. എല്ലാ ദിവസവും 30 മിനിറ്റ് സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. സ്ട്രെങ്ത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വെറുതെ നടന്നാൽ മാത്രം പോരാ. മിക്ക സ്ത്രീകളും പറയുന്നത് ഞാൻ അടുക്കളയിൽ നല്ലോണം ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടെന്നാണ്. അത് പോരാ. വെയിറ്റ് എടുത്തിട്ടുള്ള സ്ട്രെങ്ത് ട്രെയിനിങ് തന്നെ വേണം. പ്രമേഹം തടയണമെങ്കിലും ഹൃദയം ശക്തിയായിട്ടിരിക്കണമെങ്കിലും നിന്റെ മസിൽസ് ഉണ്ടാവണം. പുരുഷന്മാരെ പോലെ വലിയ മസിൽസ് അല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു നല്ല ഒരു ടോൺ ഉള്ള മസിലാണ്. ആ ടോൺ മസിൽ ഉണ്ടാക്കണമെങ്കിൽ ജിമ്മിൽ പോയി കുറച്ച് വെയിറ്റ് എടുക്കണം. അല്ലെങ്കിൽ വീട്ടിൽ തന്നെ അത്തരത്തിലുള്ള റെസിസ്റ്റന്റ് ബാൻഡ് എക്സസൈസ് ഉണ്ട്. വീട്ടിൽ തന്നെ നമുക്ക് വെയിറ്റ് എടുത്തിട്ടുള്ള എക്സസൈസ് ചെയ്യണം. നിർബന്ധമായിട്ട് ഇത് ചെയ്തു തുടങ്ങുക. പല അസുഖങ്ങളും തടയാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ടിപ്പാണ് ഞാൻ ഈ പറഞ്ഞത്. ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഇത് ഷെയർ ചെയ്തു.